കണ്ടാ മഴ പെയ്യുന്നുണ്ടോ നിങ്ങള്? നല്ല അടിപൊളി മഴ പെയ്യാണ്. സൂപ്പർ മഴയാണ്, കണ്ടില്ലേ? നമസ്കാരം. നമ്മളെന്നുള്ളത് ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ കഴിമ്പ്രം ഭാഗത്താണ് ഉള്ളത്. ഇവിടെ ഒരു 2100 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം 10 സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണിത്. 40 ലക്ഷം രൂപയാണ് ഈ വീടിന് ചിലവ് വന്നേക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് ആണ് കേട്ടോ. ഈ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ട്രഡീഷണൽ ടൈപ്പ് വീടാണ്. മോഹൻ മാഷിൻ്റെയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉള്ള വീടാണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കോസ്ഫോർഡ് എന്ന് പറഞ്ഞ സംഘടനയാണ്. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോസ്ഫോർഡ് സംഘടനയുടെ ഡിസൈനറായിട്ടുള്ള ശാന്തിലാൽ ചേട്ടനാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം 21.4 സെൻറ്റ് ഉണ്ട്. അപ്പോൾ 10 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. പക്ക ട്രഡീഷണലാണ്. നമ്മൾ പണ്ട് കാലത്തുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ വർക്കൗട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ മോഹൻ മാഷിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഇവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രണ്ടിലൊരു പൂമുഖം കൊടുത്തിട്ട്, അതുപോലെ ഉള്ളിൽ നമുക്ക് നടുമുറ്റം കാര്യങ്ങളൊക്കെ ആയിട്ടും, പിന്നെ മഴ പെയ്യാവുന്ന രീതിയിലുള്ള സെറ്റപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഓട് മേഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ ടച്ച് വരുത്താൻ വേണ്ടിയിട്ട് പൈപ്പ് കൊണ്ട് സ്ലോപ്പൊക്കെ കൊടുത്ത് ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ഓടാണ് ഇതിൽ മേഞ്ഞിരിക്കുന്നത്. പിന്നെ തേപ്പ് ഭൂരിഭാഗം ഒഴിവാക്കിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് ഈ ഒരു ചെങ്കല്ലിൽ തുർക്കി മിശ്രിതം ആഡ് ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് അകത്ത് കയറി നോക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം കാണുന്നതിന് മുന്നായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് പൂമുഖം. നമ്മൾ നേരത്തെ പറഞ്ഞ പൂമുഖത്ത് സിറ്റ് ഔട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂമുഖത്തിൻ്റെ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്, ഉള്ളിലൊക്കെ ടൈലാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് ഓരോ പില്ലർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്ത് പറഞ്ഞ പോലെ തന്നെ ഈ വീടിന് തേപ്പ് അധികം കുറവാണ്. ഉള്ളിൽ കുറച്ച് ഭാഗമൊക്കെ തേപ്പുണ്ട്. ഈ ഇരിക്കുന്ന ഭാഗമൊക്കെ കംപ്ലീറ്റ് വുഡാണ്. മരത്തിലാണ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പീസ് കട്ട് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ചെങ്കൽ നോക്കിയാൽ പടവ് കെട്ടിയിരിക്കുന്നത് അതിൽ തുർക്കി മിശ്രിതമാണ് ചേർത്തിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ സാധാരണ ഇപ്പോഴത്തെ വീടിൻ്റെ ചെയ്യുന്ന പോലെ സിമെൻറ്റോ പരിക്കനോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതാണ് ഈ കോസ്ഫോർഡ് എന്ന സംഘടന നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി സൗഹൃദ നിർമ്മിതി. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ പ്രകൃതിയെ ദ്രോഹിക്കാതെ ചെയ്യുന്ന വീടുകൾ. അപ്പോൾ ടച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മോഹൻ മാഷ് ഈ ഒരു വീട് അവരെ കൺസെപ്റ്റിൽ ശാന്തിലാൽ ഡിസൈനർ അവർ ചെയ്തു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഫ്രണ്ടിലൊക്കെ കൊടുത്തിരിക്കുന്നത് മെയിൻ ഡോറ്, അതേപോലെ മറ്റുള്ളതൊക്കെ തടി കംപ്ലീറ്റ് കൂടുതലും മരങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റീലിൻ്റെ വിൻഡോസോ മറ്റുള്ളതൊന്നും ഇതിൽ ഉപയോഗിക്കും. അപ്പോൾ ഇതിൽ ഉള്ളിൽ ഡ്രസ് ചെയ്തിരിക്കുന്നത് GI പൈപ്പ് കൊണ്ട് തന്നെയാണ്. GB പൈപ്പ്, അതിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് മുകളിൽ ഓട് മേഞ്ഞിരിക്കുകയാണ്. പഴയ കാലത്ത് ഓടാണ് മേഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ടാവില്ല. വളരെ നല്ല തണുപ്പായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വിൻഡോസ് ആയാലും ഡോറുകളായാലും ഫ്രെയിം ആയാലും കംപ്ലീറ്റ് വുഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് വരെ പഴയ വുഡ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ വുഡ് ആഡ് ചെയ്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. 2 പാളി ഡോറാണ്, 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അകത്ത് കയറാം. കണ്ടാ മഴ പെയ്യുന്നുണ്ടോ നിങ്ങൾ? നല്ല അടിപൊളി മഴ പെയ്യാണ്. സൂപ്പർ മഴയാണ്, കണ്ടില്ലേ? പക്ഷേ വെറുതെ പറഞ്ഞതാണ്, നുണ പറഞ്ഞതാണ്. മഴ പെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതവർ പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മഴ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. മഴ പെയ്യണമെന്നില്ല. നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ വെയിലായിരുന്നു. അപ്പോൾ ഇത് നടുമുറ്റം കൊടുത്തിട്ട് നമ്മൾ നാച്ചുറലായിട്ട് മഴ പെയ്താലും നമുക്ക് ഉള്ളിലേക്ക് കിട്ടും. ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഊഞ്ഞാല് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം ഞങ്ങൾ. അപ്പോൾ നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ലിവിംഗ് ആണ്. ഇവിടെ ഒരു ചെറിയൊരു ബെഞ്ച് പോലെ അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ സീലിങ്ങിൽ വരുന്നത് സ്ലാബ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഓട് പതിച്ചിട്ടാണ് അവർ സ്ലാബ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്താണ് നടുമുറ്റം വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തു, അപ്പോൾ വെള്ളത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇരിക്കാവുന്ന സെറ്റപ്പിൽ നമ്മൾ പൂമുഖത്ത് കണ്ടിട്ടുള്ള അതേ സെറ്റപ്പിന് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അടിയിലൊക്കെ സ്റ്റോറേജ് സ്പേസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഊഞ്ഞാല് ഈ ഒരു ഭാഗത്തായിട്ട് ഊഞ്ഞാല് കൊടുത്തേക്കുന്നത്. അയിനി അതേപോലെ വേറൊരു മരം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ഊഞ്ഞാല് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അവർ പ്രയർ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മനോഹരമായിട്ടത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അലുമിനിയത്തിലാണിത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരെ പാസേജ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം ഒരു 6 സീറ്റിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഈ വിൻഡോക്ക് ബൈ വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ഹൈലൈറ്റ് ആണ്.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കോർണറിലായിട്ട് വാഷ് ബേസിൻ യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്ത് കംപ്ലീറ്റ് ഫ്ലോറിങ്ങിലൊക്കെ ചെയ്തിരിക്കുന്നത് 4x2 ടൈലാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ടില്ലേ, നല്ല സംഭവം. പിന്നെ നമുക്കിവിടെ ഓപ്പൺ കിച്ചൺ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത്. ടൈലൊക്കെ കൊടുത്ത് ഗ്രാനൈറ്റ് ഒക്കെ കൊടുത്ത് ഫ്ലോറിങ്ങിൽ വുഡൻ ടൈപ്പ് കളർ ടൈലൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. ഈ 2 ഫാൻസി ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഗ്രോസറി ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെ തന്നെ ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ വാളിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേപ്പിന്റെ വേറൊരു മിശ്രിതം ചേർത്തിട്ടാണ് അതിന്റെ തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നുണ്ട്. വർക്കിംഗ് കിച്ചൺ, വർക്ക് ഏരിയ അല്ല, ഒരു വർക്കിംഗ് കിച്ചൺ. വേറൊരു സെപ്പറേറ്റ് കിച്ചൺ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് വർക്ക് ഏരിയ അവർ വരുന്നത്. ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പ്, അതുപോലെ ഗ്യാസ് സ്റ്റവ്, ഒരു സിങ്കും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ 4 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം വലിയൊരു സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ്. ഒരു 11-12 സൈസ് വരുന്ന ഒരു വലിയ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ഈ ഒരു സംഭവമല്ലേ ഈ കാണുന്നത്, ഇത് സിമെന്റ് കൊണ്ടുള്ള തേപ്പല്ല കേട്ടോ. ഇത് വേറൊരു മിശ്രിതം ചേർത്തിട്ട് ചുണ്ണാമ്പ്, അങ്ങനെ കരിയോയിൽ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു തേപ്പാണ്. അതെ, നമ്മൾ ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ എന്താ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂട് കുറവാണ് കേട്ടോ. ചൂട് വളരെ കുറവാണ്. അതാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത. അത് നമുക്കിവിടെ വന്നിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ബൈ വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വിൻഡോ അതിലൊക്കെ ചെയ്തിരിക്കുന്നത് ബൈ വിൻഡോസിൽ ഇരിക്കുന്ന ഭാഗത്ത് ചെയ്തിരിക്കുന്നതും ചാരുന്ന ഭാഗത്ത് ചെയ്തിരിക്കുന്നതൊക്കെ വുഡാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ തന്നെ നേരെ വന്നിട്ട് ഈ ഒരു പാസേജ് വഴിയാണ് വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറുകളൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ വുഡിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഴയ വുഡും പുതിയ വുഡൊക്കെ. അതെ, പഴയ മരം ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നടുമുറ്റത്തിന്റെ ആ ഒരു കോണിലേക്ക് കടക്കാനായിട്ടുള്ള ഈ ഒരു പില്ലർ നല്ലൊരു ഹൈലൈറ്റ് തന്നെയാണ്. കാരണം ശരിക്കൊരു കല്ലാണ്, അതിൽ കൊത്തു വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. കൊത്തുപണി കൊണ്ട് ഇങ്ങനെ ഉളി കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ് സംഭവം. അതെ, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങാവുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ജിയോ ബൈക്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ഭാഗം ഒരു സി ഷേപ്പിൽ നമുക്ക് ഇതിൽ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂമും കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇപ്പോൾ സമയത്രയും 1.5 കണ്ടില്ലേ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. മറ്റുള്ള വീടുകൾ കണ്ടിട്ടുണ്ട്, അത് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് കാണാം. നല്ലൊരു മനോഹരമായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇപ്പൊ കാണിച്ച ക്ലോക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് അപ്പൊ ഈ ഒരു ഭാഗത്ത് ബെഡ്റൂം ഉണ്ട്, അത് നമ്മൾ കാണിക്കുന്നില്ല. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഓക്കെ. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ, ഇതാണ് മോഹൻ മാഷ്, അദ്ദേഹത്തിന്റെ ഭാര്യ, 2 മക്കള്. അപ്പൊ അവരുടെ ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ. പിന്നെ നമുക്ക് ഈ ഭാഗത്തുള്ള ഒരു ബെഡ്റൂം, ഇതും നമ്മൾ നേരത്തെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ വലിപ്പം വരുന്ന ഒരു ബെഡ്റൂമാണ്. അവർ ഏകദേശം ആ ഒരു സൈസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ മിശ്രിതം വെച്ചിട്ടാണ് അവർ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഒക്കെ കംപ്ലീറ്റ് നമ്മൾ ആ പഴയ ടച്ചാണ്, ഓട് പതിച്ച രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു വിൻഡോ, അതിൽ ബൈ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബൈ വിൻഡോയിലൊക്കെ കംപ്ലീറ്റ് വുഡാണ് ചെയ്തിരിക്കുന്നത്, ഇരിക്കാനുള്ള ആ ഒരു കാര്യം. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. നല്ല പുതിയ മോഡേൺ ശൈലിയിലുള്ള ബാത്റൂം തന്നെയാണ്. അതിൽ ഹൈറ്റ് ആ ഒരു ലെവൽ വെച്ചിട്ടുള്ള ഹൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ബാക്ക് സൈഡിൽ ടോപ്പിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത്. ഇതൊക്കെ നമ്മൾ GIയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടോപ്പൊക്കെ വുഡാണ്. സ്റ്റെയറിന്റെ അടിയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അതുപോലെ ഇതിന്റെ ടോപ്പിലൊക്കെ ഇട്ടിരിക്കുന്നത് വുഡാണ്. നമ്മൾ നേരത്തെ ഒരു കാര്യം നമ്മളിപ്പോൾ കാണിച്ച ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ മേലെ സ്റ്റോറേജ് സ്പേസ് അല്ല വരുന്നത്, ഈ ഒരു സ്റ്റെയർ ആണ് വരുന്നത് കേട്ടോ. അതിന്റെ ഫസ്റ്റ് ലാൻഡ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ആ ഫസ്റ്റ് ലാൻഡിന്റെ ടോപ്പിലാണ് ഒരു 4 സ്റ്റെപ്പിന്റെ സ്റ്റെയർ കൂടെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ജാളി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചം കാറ്റും കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന ഹൈലൈറ്റും തന്നെയാണ്. നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം അതുപോലെ കാറ്റും കിട്ടുന്ന രീതിയിലാണ് ഈ വീടിന്റെ വർക്ക് അവർ ചെയ്തിരിക്കുന്നത്. അതെ, ഫസ്റ്റ് ലാൻഡ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ നേരെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബുക്ക് ഷെൽഫ് അല്ലെങ്കിൽ ഒരു ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു സെറ്റപ്പ് ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതൊരു വലിയൊരു ഹാളാണ്. ഇവിടെ ഒരു ബെഡ്റൂം, മേലെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്, വലിയൊരു ഹാള്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റഡി ഏരിയ ആക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. മുകളിൽ ഓടി മേഞ്ഞിട്ട് ഡ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബാമ്പുമാണ് ചെയ്തിരിക്കുന്നത്. നമ്മളെ പഴയ ബാമ്പൂല്ലേ, അതാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ചൂട് ഫീൽ ചെയ്യുന്നില്ല, നല്ല തണുപ്പ് തന്നെയാണ് ഫീൽ ചെയ്യണത്. പിന്നെ TV യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള മഴ പെയ്യുന്ന ആ ഒരു സിസ്റ്റം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്, കണ്ടില്ലേ? അത് നമുക്ക് മുകളിൽ നീക്കിയിട്ട് വേണമെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മഴ പെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വെള്ളം കിട്ടാവുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. പിന്നെ മേലെ നമുക്കൊരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മാസ്റ്റർ ബെഡ്റൂം നമ്മൾ താഴെ പറഞ്ഞിരുന്നു, അതിൻ്റെ മേലേക്ക് വരുന്ന അതേ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് കൂര പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പ് പ്രൂഫ് ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മേലെ ഓടും മേഞ്ഞേക്കാണ്, അതിൻ്റെ ഉള്ളിൽ ബാമ്പു ചെയ്തിട്ട് ചൂട് കുറയ്ക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ചൂടൊട്ടും ഫീൽ ചെയ്യണില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു റൂമിൽ ബൈ വിൻഡോ കൊടുത്തിട്ടില്ല, അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഈ കാണുന്നത്. 10 സെൻറ്റ് പ്ലോട്ടിലാണ്. അപ്പോൾ മോഹൻ മാഷിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയാണ് ഈ വീട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കഴിമ്പ്രം ബീച്ചിൻ്റെ അടുത്ത് വരുന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കോസ്ഫോർഡ് എന്ന് പറഞ്ഞ സംഘടനയാണ്. പ്രകൃതി സൗഹൃദ നിർമ്മിതിയാണ് അവരുടെ ഉദ്ദേശം. ഒരുവിധമുള്ള എല്ലാ സ്ഥലങ്ങളിലും അവരുടെ വീടുകൾ ഒരുപാട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒട്ടുമിക്ക വീടുകളും നമ്മൾ ഇതിലെ വീഡിയോസായിട്ട് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോസ്ഫോർഡിൻ്റെ ഡിസൈനറായിട്ടുള്ള ശാന്തിലാലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശാന്തിലാലിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, വീട് നിർമ്മിക്കാനോ റിനോവേഷൻ ചെയ്യാനോ എന്തെങ്കിലും വരണമെങ്കിലും അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലാന് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.